കുറേ നാളായി കണ്ടിട്ട്. എനിക്ക് ഒരുപാട് കണ്ടന്റ് വന്നു, പിന്നെ കുറേയൊക്കെ പോയി. അങ്ങനെയുള്ള ഒരു ഇതായിരുന്നു. പിന്നെ ആലോചിച്ചോ ചെയ്യണമെന്ന്. പിന്നെ എനിക്ക് സമയം കിട്ടുമ്പോഴത് എനിക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നു. സോ ഡസ്കി സ്കിൻ ടോൺ എല്ലാവർക്കും ചേരും. അതിന് പ്രത്യേകിച്ച് കൂടുതലും സ്യൂട്ടബിൾ ആവുന്ന ഡസ്കി സ്കിൻ ടോൺ ലിപ്സ്റ്റിക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് പിൽഗ്രീം മാറ്റ് മീ ആപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ഇതാണ്. എൻ്റെ കവറൊക്കെ പോയി ഞാനിത് കുറേ നാളായി മേടിച്ചിട്ട്. അപ്പോൾ ഇപ്പോഴാണ് എനിക്കിതൊന്നും റിവ്യൂ ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പം ഞാനിപ്പോൾ ഈ കുറേ ലിപ്സ്റ്റിക് ആണെങ്കിൽ അത് ഞാനിത് വെയർ ചെയ്ത് നോക്കിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ പിന്നെ ഞാൻ ഡെയിലി വെറൈറ്റി ഇതായി യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കും ഒന്ന് സജസ്റ്റ് ചെയ്യാം. അധികം വൈറലായിട്ടില്ല. നമ്മുടെ യൂട്യൂബർ ഒരു ശ്രുതി ചേച്ചി വൈറലായിട്ടുള്ള ഒരു കേസാണ്. അങ്ങനെ ഡെസ്കിഡ്സ് കുറച്ചുകൂടെ ഡാർക്ക് അങ്ങനെയുള്ളവർക്ക് കൂടുതൽ ചേരും. പിന്നെ ഫാറ്റ് സ്കിൻ ടോൺ ചേരും. എൻ്റെയൊക്കെ പോലത്തുള്ള സ്കിൻ ടോൺ ടൈപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് ചേരും. സോ ഇതാണ് പിൽഗ്രിം എന്ന് പറഞ്ഞിട്ടുള്ളവരാണ് ബ്രാൻഡ് എന്ന് പറയുന്നത്. അതിൻ്റെ ഇങ്ങനെയാണ് പ്രൊണൗൺസിയേഷൻ എനിക്കറിയില്ല. നല്ല കവറേജാണ്. പിന്നെ ഇത് ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ. പിൽഗ്രിം ഇത് ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. ഒരു റെഡും ബ്രീക്ക് ഒക്കെ കളറില്ലേ അതിൻ്റെ ഒരു ഇതാണ്. പിന്നെ ഇതിൻ്റെ സ്മെല്ല് അടിപൊളിയാണ്. പിന്നെ അതുപോലെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് ഇപ്പം ഞാൻ ഓഫീസിൽ പോകുമ്പോൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ചെല്ലും. പിന്നെ ഉച്ചവരെയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കും. അതായത് ഫുഡ് കഴിക്കുമ്പോൾ കുറച്ച് ഫെയ്ഡ് ആവുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒന്നുകൂടെ യൂസ് ചെയ്താൽ കറക്റ്റ് ആയിരിക്കും. പക്ഷെ അത് കഴിഞ്ഞിട്ടും വൈകുന്നേരം വരെ അതെ വീട്ടിൽ വരുമ്പോൾ നമ്മൾ കുറച്ച് ലൈറ്റായിട്ടാണ് എനിക്ക് അപ്പോൾ തോന്നാറ്. കാര്യം നമ്മൾ രാവിലെ കുറച്ചുകൂടെ ഡാർക്ക് അടിച്ചുകൊണ്ട് ഇത് കുറച്ചുകൂടെ ഡാർക്ക് അടിക്കുമ്പോൾ വേറെ കളറാവും. ഡാർക്ക് അടിക്കുമ്പോൾ ഒരു കളർ കിട്ടും. അതൊന്ന് ഡ്രൈ ആവുമ്പോൾ വേറൊരു കളറാവും. അതാണ് നമുക്ക് ഇഷ്ടം. ഡ്രൈ ആവുന്ന കളറില്ലേ അതാണ് നമുക്ക് ഏറ്റവും അടിപൊളിയായിട്ട് തോന്നുന്നതും സ്യൂട്ടബിളായിട്ട് സ്കിന്നിന് തോന്നുന്നതെന്നും എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഒരു ലൈറ്റ് കളറ്, കാര്യം ഫെയ്ഡായി പോകുന്നുണ്ടല്ലോ, അങ്ങനെ ഒരു പ്രശ്നമേ ഉള്ളൂ. പക്ഷേ ഇത് നല്ല കളറാണ്. പിന്നെ ഇത് കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ടച്ചപ്പ് ചെയ്ത് എനിക്ക് നേരില്ലാത്തതുകൊണ്ട് ഞാൻ ടച്ചപ്പ് ചെയ്ത് കൊടുക്കാറില്ല. സോ ഉച്ച ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ ടച്ചപ്പ് ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും. സോ ഇതാണ് നമ്മൾ ലിപ് ബാം അപ്ലൈ ചെയ്യുക. ഞാൻ ലിപ് ബാം അപ്ലൈ ചെയ്തു. പിന്നെ ഇതൊന്ന് ജസ്റ്റ് ഇപ്പം ഇത് മാത്രം മതി. നിങ്ങൾ വേറെ ഒരു മേക്കപ്പും ചെയ്യണം. ഐബ്രോസും ഇതാക്കി ലിപ് ബാം ഇട്ടിട്ട് ലിപ്സ്റ്റിക് ഇട്ടാലും സോ പെർഫെക്റ്റ് ആയിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നല്ല സ്മെല്ലാണ്. സോ ഇങ്ങനെ വേണമെങ്കിലാണ് ഇടണം. ജസ്റ്റ് ഇങ്ങനെ മാക്സിമം ആദ്യം തന്നെ ഇടുമ്പോൾ കുറച്ച് ഡാർക്കായിട്ട് ഇടുക. അപ്പോൾ ഡ്രൈ ആകുമ്പോൾ ഞാൻ കുറച്ച് വെയിലത്ത് നിന്നിട്ടും ഒരെണ്ണം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. എന്നുവെച്ചാൽ നല്ലപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ലിപ്പിലൊക്കെ നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. ലിപ് ലൈനർ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഓക്കെ, ഞാൻ യൂസ് ചെയ്യാം. ലിപ് ലൈനർ ഉണ്ട്, പക്ഷെ ഞാൻ യൂസ് ചെയ്യാറില്ല. നമുക്ക് സമയമില്ല അതിനൊന്നും. ഓഫീസിൽ പോകുമ്പോൾ നല്ലപോലെ നല്ലപോലെ പിന്നെ കുറച്ചുകൂടെ വേണ്ട. പിന്നെ നമ്മുടെ ഇതിട്ട് കഴിയുമ്പോൾ തന്നെ മുഖത്തൊരു ബ്രൈറ്റ്നെസ് ഗ്ലോ പോലെ ഫീൽ ചെയ്യുന്നു. എപ്പോഴും ലിപ്സ്റ്റിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫൈനൽ ലുക്കാണല്ലോ. അപ്പോൾ അതുകൂടെ ചെയ്താലേ ഒരു മേക്കപ്പിൻ്റെ ഒരു കംപ്ലീറ്റ്നെസ് കിട്ടത്തുള്ളൂ, ഫിനിഷിങ് ലുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഉണ്ടോ കാര്യം ശരിക്കും ഇത് അതെ ഡസ്കി സ്കിൻ ടോണിനും നന്നായിട്ട് ചെയ്യുന്ന ഒരു ഇഷ്ടമാണ്. അധികം ഞാൻ ഈ ബ്രാൻഡ് കേട്ടിട്ടില്ല. സോ ഞാനിപ്പോൾ അങ്ങനെ ഒരു വൈറൽ വീഡിയോ എന്നാണ് ഇതെനിക്ക് കിട്ടിയത്. സോ ഇതാണ് ഞാൻ ഇപ്പോൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു സംഗതി. പിന്നെ ഇത് കുറച്ചുകൂടെ ഡ്രൈ ആകുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടും. നമ്മുടെ സ്കിന്നിന് നല്ല അടിപൊളിയായിരിക്കും. ഞാനിതൊന്ന് ജസ്റ്റ് വെയിലത്ത് ഒന്ന് പോയി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ആ എൻ്റെ ഫേസിൻ്റെ കളറും ഇതും പിന്നെ അതൊക്കെ ഒന്ന് ഒരു ക്ലാരിറ്റി ഒരു കുറച്ചുകൂടി ഡ്രൈ ആവട്ടെ, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണോ എന്ന്. ഇതാണ് ഇത് നിങ്ങൾക്ക് പറയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഷോർട്സിൽ പറയണമെന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങനെ നമുക്കൊന്ന് പറയാം. അപ്പോൾ വീഡിയോ ആയാലോ എന്നല്ലോ ആലോചിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു
പക്ഷെ നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ അധികവും ഇട്ടിട്ടില്ല. ഡ്രൈ ആകുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അധികം ഞാൻ ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ല, നോർമൽ ലുക്ക് എന്നുള്ള രീതിയിലാണ് ഇത് കാണുന്നത്. എന്നാലും നമ്മൾ ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ല, സോ ഒരു കോൺഫിഡൻസ് കിട്ടും. എല്ലാ ഷെയ്ഡും ഇട്ടാൽ നമുക്ക് അങ്ങനെ അത്രയും കോൺഫിഡൻസ് കിട്ടാറില്ല അല്ലേ. അപ്പോൾ ഇതാണ്, ഞാനിതൊന്ന് ജസ്റ്റ് വെയിലത്ത് പോയിട്ട് ഡ്രൈ ആയിട്ട് എന്തായാലും ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഞാൻ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടുവാണെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഇട്ട് തരാം. പിന്നെ ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് 20 ബ്രൗൺ മിസ്ചീഫ് 3 ml ആണ് ഇത്. ഇതാണ് ഷെയ്ഡ്. ഇപ്പം എൻ്റെ സ്കിൻ ടോൺ അല്ല, വേറൊരാൾക്ക് വേറെ സ്കിൻ ടോൺ ആണെങ്കിൽ കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിരിക്കും ഈ ഒരു കളർ. ഇനി കുറച്ചുകൂടെ ഇപ്പം ഞാൻ ഒരു ലെയർ മാത്രമേ അടിച്ചിട്ടുള്ളൂ. ഞാൻ 2 ലെയർ അടിക്കുവാണെങ്കിൽ ശരിക്കും അത് ഡ്രൈ ആക്കി കഴിയുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും. ഞാൻ നിങ്ങൾ കാണിക്കാൻ വേണ്ടി ഇട്ടതാണ്. സോ കണ്ടോ, ഡിഫറെൻ്റ് ഉണ്ടോ? പിന്നെ നല്ല മാറ്റ് ഫിനിഷ് ഉണ്ട്, അടിപൊളിയല്ലേ? എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറച്ചുകൂടെ ഷെയ്ഡ് അടിക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രൈ ആയി കഴിഞ്ഞിട്ടുള്ള ലിപ്സ്റ്റിക്ക്. കുറച്ചുകൂടെ ഇത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഡാർക്ക് ആയിട്ട് തോന്നും, നല്ലതാണ്. പക്ഷെ ഇച്ചിരി അടിക്കുന്നവർക്ക് അത്രയും നന്നായിട്ട് കൊള്ളാം. ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. ഓക്കെ, ബൈ ബൈ.